അനീഷ്, അയ്യോ അനീസേ, 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 അയ്യോ. സീരിയസ്ലി മാൻ, എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നു. അനീഷിൻ്റെ ചില സമയത്തുള്ള പരിപാടികൾ കാണുന്ന സമയത്ത് നമുക്കേ ഇങ്ങനെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിൻ്റെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എൻ്റെ മോനെ, ചെറിയ ക്ഷമയൊന്നും പോരാ, നല്ല ക്ഷമ വേണം ഈ ചെങ്ങായിയുടെ കളികൾ കണ്ടു നിൽക്കണമെങ്കിൽ, നേരിട്ട് കണ്ടു നിൽക്കണമെങ്കിൽ. അജാതി കളിയാണ് ഇയാളിനി. കളിച്ച് കപ്പും കൊണ്ട് പോവോ? ബിഗ് ബോസ് മലയാളം സീസൺ 7 ദ വിന്നർ ഈസ് കോമണറായ അനീസ് എന്ന് മോഹൻലാൽ വിളിച്ചു പറഞ്ഞിട്ട് അനീഷിൻ്റെ കൈയെടുത്ത് പോക്കണത് കാണേണ്ടി വരുമോ? പറയാൻ പറ്റില്ല. ഓക്കെ, അനീഷ് കപ്പ് കൊണ്ടുപോവോ അല്ലെങ്കിൽ ആരാണ് കപ്പ് കൊണ്ടുപോകാൻ പോകുന്നത് അതൊന്നും നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു കാര്യമല്ല. എന്നാലും ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, അനീഷിന് എന്തായാലും കമ്പാരിറ്റീവ്ലി തുടക്കത്തിലെ പോലെ ഒന്നുമല്ല, ഇപ്പം അത്യാവശ്യം അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ കൂടി തുടങ്ങിയിട്ടുണ്ട്. അത് പല കമൻറ്റ് ബോക്സുകൾ കണ്ടാലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഈ ലൈവൊക്കെ കാണുമ്പോഴേ, മറ്റേ എപ്പിസോഡ് 9 ഈ ടെലികാസ്റ്റ് ലൈവായിട്ടല്ലേ വരുന്നത്, അപ്പോൾ അതിൽ ലൈവിലൊക്കെ ഇങ്ങനെ അനീഷേട്ടനായിട്ടുണ്ട് ചില ആൾക്കാർക്കൊക്കെ. പിന്നെ FB-യിലാണെങ്കിലൊക്കെ എന്തൊക്കെയാണെങ്കിലും അനീഷേട്ടൻ നൈസ്, അനീഷേട്ടൻ ഗെയിമൊക്കെ കളിക്കാൻ അറിയാം, എന്താണ് ഗെയിമെന്ന് അറിഞ്ഞിട്ടാണ് അനീഷേട്ടൻ കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ കാര്യം പറയട്ടെ, 2 വശങ്ങൾ ഞാൻ പറയാം. അനീഷ് വെറുപ്പിക്കൽ തന്നെയാണ്, എൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യത്യാസവും ഇല്ല. അത് ഞാൻ പറഞ്ഞു, വെറുപ്പിക്കൽ തന്നെ. വെറുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ കോർ ലെവൽ വെറുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മളെയും ചില സമയത്ത് അയാൾ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അകത്തുള്ള ആളുകളെയും പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുകൾ വിചാരിക്കുന്നത് എന്താ, ഇപ്പം ഞാനും പറയുന്നു അയാൾ പുറത്താവണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അയാൾ ആക്റ്റീവാണ്, ഗെയിം കളിക്കുന്നുണ്ട്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത് നെഗറ്റീവായിട്ട് തോന്നും, ചില ആൾക്കാർക്ക് പോസിറ്റീവായിട്ട് തോന്നും. അറ്റ്ലീസ്റ്റ് അയാൾ കളിക്കുന്നു എന്നുള്ള രീതിയിലാണ് ആളുകൾ കൺസിഡർ ചെയ്തിട്ട് അയാളെ സപ്പോർട്ട് ചെയ്യുന്നവർ ആ കാരണം കൊണ്ടാണ് ഈ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾക്ക് സപ്പോർട്ട് ഉണ്ടാവാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്, അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് തന്നെയാണ്. കാര്യം എനിക്കറിയില്ല കേട്ടോ, പുറത്തിരുന്ന് പറയുന്ന പോലെ അത്ര എളുപ്പമല്ല അതിൻ്റെ അകത്ത് പോയിട്ട് കളിക്കുക എന്ന് പറയുന്നത്. ബട്ട് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ഒരു ഇത് വെച്ചിട്ട് പറയുകയാണ്, ഇയാൾ പുറകെ നടന്ന് വെറുപ്പിക്കുമ്പോൾ ഈ ദേഷ്യമില്ലാത്ത ആൾക്ക് പോലും ദേഷ്യം തോന്നും, ഇയാൾ 4 പറയാൻ വേണ്ടിയിട്ട് തോന്നും. അപ്പം അങ്ങനെ ആൾക്കാർക്ക് ക്ഷമ തെറ്റി പറഞ്ഞു പോകുന്നതാണ്. പക്ഷെ ഇവിടെ സംഭവിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പറയണവരുടെ എനർജി വേസ്റ്റാണ്, അല്ലെങ്കിൽ ഇയാളെ എതിർക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരുടെ എനർജിയും ടൈമും ഒക്കെ വേസ്റ്റാണ്. അതുകൊണ്ട് അവർക്ക് എത്രത്തോളം ഗുണം ഉണ്ടാവും, ഈ ചൂടാവാൻ വേണ്ടി പോകുന്ന അല്ലെങ്കിൽ ഇയാളെ എഗെയിൻസ്റ്റ് നിൽക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാർക്ക് എന്തോരം ഗുണം ഉണ്ടാവും എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഈ അനീഷ് ഈ മൊമെന്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുക. അയാൾക്ക് ഇത് അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ബൂസ്റ്റ് ആണ് എന്നുള്ള രീതിയിൽ അയാൾ ചിന്തിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടാ? എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ യൂട്യൂബിൽ പല വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുടെ ടൈറ്റിലും അനീഷ് വരുന്നുണ്ട്, ഓരോ വീഡിയോസിലും അനീഷ് വരുന്നുണ്ട്. അപ്പോൾ അനീഷിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അയാളുടെ ലക്ഷ്യം അത് തന്നെയാണ്, ആളുകളെ കൊണ്ട് സംസാരിപ്പിക്കുക, അതിൻ്റെ അകത്ത് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള അയാളുടെ ഉദ്ദേശം. അപ്പോൾ അയാൾ അതിന് വേണ്ടിയിട്ട് അവിടെ ആൾക്കാരുടെ പുറകെ നിന്ന് പ്രൊവോക്ക് ചെയ്യും, അല്ലെങ്കിൽ സാഹചര്യം അയാൾ ക്രിയേറ്റ് ചെയ്യും. വെറുപ്പിക്കലാണെങ്കിലും അതിങ്ങനെ അയാൾ ചെയ്തുകൊണ്ടേ ആക്ച്വലി ഇരിക്കും. അയാളുടെ സൈഡിൽ നിന്ന് ഇത് ചെയ്യുമ്പോൾ ഇയാൾ ഇങ്ങനെ കെണി ഒരുക്കുകയാണ്, വലിയൊരു കെണി. അപ്പം ഇതിൽ കഷ്ടകാലത്തിന് അതിൻ്റെ അകത്തുള്ള ആൾക്കാരും കൈയും കാലും ഒക്കെ പൊക്കിയിട്ട് എടാ അനീഷ എന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്നിട്ട് നേരെ ഇയാൾ കെട്ടിയ നെറ്റിൽ പോയിട്ട് വീഴുകയാണ് ആക്ച്വലി ചെയ്യുന്നത്.
അപ്പൊ ഇതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവന്റെ അടുത്ത് ഒരു അക്ഷരവും മിണ്ടാൻ പോരുത്. ഇവൻ പ്രൊവോക്ക് ചെയ്യുന്ന സമയത്ത് ഗെയിം അനീഷ് കളിക്കണം, അനീഷിന്റെ ഗെയിം. അപ്പൊ അതിൻ്റെ അകത്ത് മറ്റുള്ള ആൾക്കാരും ഗെയിം കളിക്കാനാണ് പോകുന്നത്. അപ്പൊ ലാലേട്ടൻ പറഞ്ഞ എന്താണ്, ബുദ്ധി ഉപയോഗിച്ച് കളിക്കുക, ഇയാളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ആലോചിച്ച് ഇയാളെ നേരിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ലാലേട്ടൻ പറയാതെ പറഞ്ഞത്. അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല, കാരണം എല്ലാവരും കളിക്കാൻ വേണ്ടി പോയതല്ലേ. ഇയാളെ നേരിടാൻ വേണ്ടി പറ്റുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത്, ഇയാൾ എന്ത് ചുണ്ണാമ്പ് കാണിച്ചാലും ഇയാൾക്കൊരു മറുപടി കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇയാൾ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് മിണ്ടാനേ പാടൂല. പക്ഷെ അത് പറ്റില്ല, പ്രാക്ടിക്കലി പോസിബിൾ അല്ല, എന്നെ കൊണ്ട് നടക്കണ കാര്യമല്ല. എന്നാലും പറയുക, അയാൾക്കെതിരെ ഗെയിം കളിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻസ് ഒക്കെ തിരഞ്ഞെടുക്കുക വഴിയുള്ളൂ. അയാളെ 10 പൈസയ്ക്ക് വരില്ലാത്ത പോലെ അയാളെ കൺസിഡർ ചെയ്തിട്ട്, അല്ലെങ്കിൽ അയാൾ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി വരുന്നപ്പോൾ അയാളുടെ അടുത്ത് ബഹളം വെക്കാൻ വേണ്ടി പോവാതെ ജസ്റ്റ് ആണല്ലേ അനീസേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിടുക എന്നുള്ളൊരു പരിപാടി മാത്രമാണ് അയാൾക്ക് എഗെയിൻസ്റ്റ് വെക്കാൻ വേണ്ടി പറ്റുന്നൊരു ഗെയിം എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പോൾ പരമാവധി അനീഷിനെ നോമിനേഷനിൽ കൊണ്ടുവന്നിട്ട് ഇടാൻ, അല്ലെങ്കിൽ അനീഷിനെ ആ ഹൗസിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്തുള്ള ഹൗസ് മേറ്റ്സ് ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ പണ്ടാരക്കാലം പോയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ അകത്തുള്ള ആൾക്കാർ ആക്ച്വലി ഇരിക്കുന്നത്. അപ്പൊ അതിനർത്ഥം എന്താണ്, അനീഷിനെ കൊണ്ട് അവർക്ക് വയ്യാണ്ടായി. അനീഷിനെ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ലാതെ അത്രയും കഷ്ടമായൊരു ടാസ്കായി മാറി അവിടുത്തെ കണ്ടസ്റ്റൻസിന്. അപ്പൊ ഈ കണ്ടസ്റ്റൻസിന് സമാധാനം കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തു വേണം എന്നായി, ഇവനെ എങ്ങനെയെങ്കിലും പുറത്തു പോകണം എന്നുള്ള ലെവലായി. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്ന കാര്യം എന്താണ്, അനീഷ് പുറത്താവുമോ? എനിക്ക് തോന്നുന്നില്ല അനീഷ് പുറത്താവുന്നത്. അനീഷ് ഇപ്പൊ എന്താണ്, മറ്റേ മിഡ് വീക്ക് എവിക്ഷന്റെ സെറ്റപ്പിൽ വന്നിട്ടുണ്ട് തോന്നുന്നു അല്ലേ. അനീഷ് പോവില്ല നോക്കോ. ബിഗ് ബോസ് അങ്ങനെ അനീഷിനെ പറഞ്ഞ് വിടില്ല. എഴുതി ഒപ്പിട്ട് വെച്ചോ നിങ്ങൾ, അനീഷിനെ അവര് പുറത്ത് വിടൂല. നോമിനേഷനിൽ അയാൾ വരികയാണെന്നുണ്ടെങ്കിലും, അതായത് മറ്റേ വീക്ക്ലി ഇതിൽ വരികയാണെന്നുണ്ടെങ്കിലും, ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് ഇയാളെ പരമാവധി അതിൻ്റെ അകത്ത് പിടിച്ചു നിർത്താനേ നോക്കുകയുള്ളൂ. അത് ഞാൻ ബിഗ് ബോസിന് ഒരിക്കലും തെറ്റ് പറയില്ല. കാരണം എന്താന്ന് വെച്ചാൽ അയാളുടെ ഗെയിം ബിഗ് ബോസിന് വേണം. വെറുപ്പിക്കലാണെന്നുണ്ടെങ്കിലും ബിഗ് ബോസിന് ഇവനെ ഊറ്റണം, മനസ്സിലായ? കാരണം ഇങ്ങേരും അതിൻ്റെ അകത്തുള്ളത് കൊണ്ട് ഇങ്ങേരുടെ അടുത്ത് മറ്റ് കണ്ടസ്റ്റൻസ് പറഞ്ഞിട്ടാണെങ്കിലും അവിടെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പൊ ഇത് ഉദ്ദേശിച്ച ആളെ വിടാൻ വേണ്ടിയിട്ട് പോണില്ല. അപ്പൊ അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അനദർ ഗെയിം നടക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ഇയാളുടെ പുറകെ വെള്ളം വെച്ചുകൊണ്ട് നിന്നിട്ടോ ഒന്നും കാര്യമില്ല. ഇനി ഇവിടെ വൈൽഡ് കാർഡ് അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊക്കെ കയറി വരുന്ന സമയത്ത് ഇവന്റെ പ്ലാൻ പൊട്ടിക്കാൻ പറ്റുന്ന ലെവലിലുള്ള കളിക്കാരൊക്കെ ആയിരിക്കണം കയറി വരേണ്ടത്. അപ്പൊ അങ്ങനെ കയറി വരികയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് തോന്നുന്നു. എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്, ആസ് എ പ്രേക്ഷകൻ എന്നുള്ളൊരു പ്രതീക്ഷ എന്ന് പറയുന്നത്, അതിൻ്റെ അകത്തുള്ള മറ്റ് കണ്ടസ്റ്റൻസിനെ കൊണ്ട് ഇനി ഇയാളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഉള്ള രീതികൾ വെച്ചിട്ട് അവിടെയുള്ള കണ്ടസ്റ്റൻസിന് ഇവർക്കെതിരെ കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അനീഷിനെതിരെ. കാരണം അക്ബർ പക്ഷേ അപ്പാനി ശരത്ത് അല്ലെങ്കിൽ ഈ അഭിലാഷ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഷോർട്ട് ടെമ്പറാണ്. ക്ഷമയ പരിപാടികളൊന്നുമില്ല. മറ്റേ ഗിസൈലിന്റെ ടെമ്പറും തെറ്റി തുടങ്ങി. അപ്പോൾ ഇവരൊക്കെ ഇവന്റെ പ്രൊവോക്കേഷനിൽ പണ്ടാറടങ്ങി പോവുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാനുള്ള മെത്തേഡ് എന്താന്നുള്ളത് ഇവർക്ക് വലിയ പിടുത്തമില്ലാതെയാണ് ഇവർ പോയിക്കൊണ്ടേയിരിക്കുന്നത്. ദേഷ്യം വരും. എനിക്കാണെങ്കിലും നമുക്ക് തന്നെ ഇവിടെ പുറത്തുനിന്ന് കാണുമ്പോൾ ഇങ്ങനെ കൊണ്ട് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ ആക്ച്വലി ഉണ്ട്. അപ്പോൾ ഇവന്റെ കളി പൊട്ടിക്കാനായിട്ടുള്ള ഒരാൾ കയറി വരുന്ന സമയത്താണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുക. നമുക്ക് കളി കണ്ടാൽ മതി, നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ കളി കണ്ടാൽ മതി. പക്ഷെ ഇവിടെ ഒരു 1 man ഷോ എന്നുള്ളൊരു ലെവലിൽ പോവാതെ ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റുന്ന ലെവലിലുള്ള കളിയും കളിച്ചുകൊണ്ട് ആരെങ്കിലും വന്നാലാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. അപ്പൊ അതാരെങ്കിലും വൈൽഡ് കാർഡിലാണ് എനിക്കിനി പ്രതീക്ഷ. അനീഷിന്റെ കളി പൊട്ടിക്കാൻ വേണ്ടി പറ്റുന്ന ആരെങ്കിലും വരിക എന്ന് പറയുന്നത് ഒരു വൈൽഡ് കാർഡിലാണ്. ബിക്കോസ് ഇപ്പൊ ഈ കണ്ട കളികൾ മൊത്തം കണ്ടിട്ടായിരിക്കുമല്ലോ വൈൽഡ് കാർഡ് കയറുകയാണെന്നുണ്ടെങ്കിൽ കയറുക. അപ്പോൾ അവർ ചിലപ്പോൾ ആ ഒരു പ്ലാനിനനുസരിച്ചിട്ടായിരിക്കും വരുന്നത്. പക്ഷെ പ്ലാൻ ഇട്ടിട്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല, അതിൻ്റെ അകത്ത് തിരിയും ഒക്കെ. പക്ഷെ അത് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് മാൻ. എന്തൊക്കെ പറഞ്ഞാലും അനീഷിന്റെ ഒരു കൈൻഡ് ഓഫ് ഗെയിം എന്ന് പറയുന്നത് സാമാന്യ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങേരുടെ മുമ്പിൽ പോയിട്ട് നിന്ന് അയാളുടെ വായടപ്പിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ബിക്കോസ് എന്തിനും തയ്യാറായിട്ട് വന്നിരിക്കുന്ന ഒരാളാണ് അയാളെ തന്തയ്ക്ക് വിളിച്ച അയാൾക്ക് കുഴപ്പമില്ല. അയാളുടെ മുഖത്തിന്റെ അടുത്ത് പോയിട്ട് അയാളെ ചൂടായി സംസാരിച്ച അയാൾ ഒരു അടി അനങ്ങണില്ല അനീഷ്. അഭിലാഷ് ചൂടാവാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് അനീഷ്
പതറണ്ടേ? അതൊന്നുമില്ല. കാരണം അയാൾ പ്രിപ്പയർഡാ. ഹീസ് ഓക്കെ, ഹീസ് എൻജോയിങ്, ഹീസ് ഹാപ്പി അബൌട്ട് വാട്ട് ഹീസ് ഗെറ്റിംഗ്. അയാൾക്ക് പട്ടിണി കിടക്കാൻ കുഴപ്പമില്ല. ഇനി അടി കിട്ടിയ എന്താണ് അവസ്ഥ എന്ന് എനിക്ക് അറിയില്ല. എൻ്റെ ഒരു സംശയം എന്താ വെച്ചാൽ ആരെങ്കിലും പിടിച്ചിട്ടാണ് അടിക്കുമോ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അനിയോ അഭിലാഷോ ഇതിൽ ആരെങ്കിലും പിടിച്ചിട്ട് രേണുകയോ പറയാൻ പറ്റില്ല. ഗിസയിലോ പറയാൻ പറ്റില്ല. ഇവനെ ആരെങ്കിലും പിടിച്ച് അടിച്ചു വിടുമോ എന്ന് ചെവിടുത്ത് അങ്ങനെ അടിച്ചാൽ അത്ഭുതം നമുക്ക് തോന്നാനില്ല കേട്ടാ. അത്ഭുതം അങ്ങനെ അടിക്കാതിരിക്കട്ടെ, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഒരിക്കലും അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ആളുകൾ ചെയ്യുന്നതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ പറയാണ്, അങ്ങനെ ഇവനെ പിടിച്ചിട്ട് അടിച്ചാലും അത്ഭുതം, അയ്യോ നീ അടിച്ചു എന്ന് അത്ഭുതപ്പെടാനില്ല. കാരണം ഈ ചങ്ങാതി അജാതി ലെവലിൽ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ ഹാപ്പൻ ചെയ്യും. ഒന്നല്ലെങ്കിൽ സംഭവിക്കാതിരിക്കട്ടെ എന്നാലും ഞാൻ പറയാണ്, ഒന്നല്ലെങ്കിൽ ആരെങ്കിലും ഇവനെ പിടിച്ച് അടിച്ചിട്ട് പുറത്താവും, അടിക്കണവൻ പുറത്താവും. അതില്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും പിടിച്ചിട്ട് ഇവനെ അടിച്ചിട്ട് അടിച്ചവനും പുറത്താവും. ഈ ഇവന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ വല്ല സർജറിയോ അത് ഇതൊക്കെ വേണ്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനും ചേർത്തി പോവുക പുറത്തേക്ക്. അപ്പൊ ഇത് സംഭവിക്കാതിരിക്കട്ടെ, ഞാൻ പറയുകയാണ്, സംഭവിക്കാതിരിക്കട്ടെ. മനുഷ്യന്മാരാണ്, എല്ലാ ദിവസവും ഒരേ ആളെ കാണണം, ആഹാരമില്ല, സമയം എന്താണെന്ന് അറിയാൻ പറ്റില്ല, കുടുംബക്കാരെ കാണാൻ വേണ്ടി പറ്റൂല. ഈ ഒരു അവസ്ഥയിൽ അതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ ഇവന്റെ പ്രൊവോക്കേഷനും കാണണം എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ മൈൻഡ് ഏത് സാഹചര്യത്തിൽ എങ്ങനെ മാറുമെന്ന് പറയാൻ പറ്റില്ല. ക്ഷമയൊക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാലേ എങ്ങനെ പ്രതികരിക്കുന്നു പറയാൻ വേണ്ടി പറ്റില്ല. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഒരിക്കലും അനീഷിനെ കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ. അനീഷിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇവിടെ, മനസ്സിലായില്ലേ? ഞാൻ ഇപ്പോഴും പറയണു, അനീഷ് ഗെയിം കളിക്കുന്നുണ്ട്, നെഗറ്റീവ് പണ്ടാരം വെറുപ്പിക്കലാണെങ്കിലും അയാൾ കളിക്കുന്നുണ്ട്, അയാൾ പുറത്തു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാനിവിടെ പറഞ്ഞ് ഇവിടെ വരുന്നതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, ഇയാൾ ഇങ്ങനെ വെറുപ്പിച്ച് കളിക്കുന്ന സമയത്ത് അതിനെ തരണം ചെയ്യേണ്ടി വരും. അതിനെ തരണം ചെയ്യുക എന്ന് പറയുന്നതാണ് ആ ഹൗസിൻ്റെ അകത്ത് നിൽക്കുന്ന മറ്റ് കണ്ടസ്റ്റൻസിന്റെ കഴിവ്. തരണം ചെയ്യണം. അതിൽ കഴിവ് തെളിയിച്ച രക്ഷപ്പെട്ടു. എങ്ങനെയെങ്കിലും ഒന്നല്ലെങ്കിൽ ഇവൻ പുറത്താവണം. അത് അറിയില്ല, അത് അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിന്റെ കയ്യിലിരിക്കുന്ന കാര്യമല്ല. പക്ഷെ ഇവന്റെ ഗെയിമിനെ പൊട്ടിക്കുക അല്ലെങ്കിൽ ഇവനെ ടാക്കിൾ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന പരിപാടി അത് കഴിവിനനുസരിച്ചിരിക്കും ബാക്കിയുള്ള ആളുകളുടെ എന്നുള്ളതാണ്. അത് കണ്ടു തന്നെ ആക്ച്വലി അറിയണം. ഞാനിപ്പോൾ മറ്റേ JBI TV എന്ന് പറഞ്ഞ ചാനലിലെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചങ്ങാതി തന്നെയാണ്, JBI എൻ്റർടൈൻമെൻറ്റ്സ്. പുള്ളിയുടെ നോട്ടിഫിക്കേഷൻ വന്നു. വീഡിയോ കണ്ടിട്ടില്ല, കാണണം. നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തമ്പനയിൽ ഇങ്ങനെയാണ്, റോക്കി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് തമ്പനയിൽ റോക്കിയുടെ പടമുണ്ട്. അപ്പം ഞാനും ചിന്തിച്ചു. അപ്പോൾ അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, എന്താ പറയുക, റോക്കി ഉണ്ടായിരുന്നെങ്കിൽ എന്തായിട്ടുണ്ടാവും? റോക്കിൻ്റെ അടുത്ത് ഇതുപോലെ വർത്താനം പറയാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ റോക്കി എന്ത് ചെയ്തിട്ടുണ്ടാവും? ഭീകര അവസ്ഥയായിട്ടുണ്ടാവും അനീഷിൻ്റെ കാര്യം. അനീഷിനെ സംബന്ധിച്ചിടത്തോളം ഉമ്മർത്ത് റോക്കിയാണോ മറ്റാണോ എന്നുള്ള വിഷയമില്ല. അനീഷ് കംപ്ലീറ്റ്ലി ഞാനിവിടെ കിടന്ന് പണ്ടാരം ചത്താലും ഞാനിവിടെ കോമണറായിട്ട് ഇവിടെ ഷോയിൽ ഗെയിം കളിക്കാൻ വേണ്ടി വന്നതാണ്, ഞാനിവിടുന്ന് കപ്പ് എങ്ങനെയാണെങ്കിലും നേടിയിട്ടേ പോവുള്ളൂ എന്നുള്ളൊരു മൂഡിൽ ഇരിക്കുന്നവനാണ് അയാൾ. അപ്പോൾ അയാൾക്ക് അടി കൊണ്ടാലും വിഷയമില്ല എന്നുള്ള മൈൻഡ് സെറ്റാണ് അയാളുടെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതാണ് അനീഷ്. അനീഷ് നോക്കി പുറത്താവൂല. എനിക്ക് തോന്നുന്നു ഈ മിഡ് വീക്ക് എവിക്ഷനിൽ 2 പേര് പോകുന്നൊക്കെയാണല്ലോ പറയണത്. 2 പേര് പോയാലും അവര് എന്നേക്കുമായിട്ട് പോവോ? സീസൺ 7 അല്ലേ, വ്യത്യസ്തമായിട്ടുള്ള സീസൺ അല്ലേ. അപ്പോൾ ഇപ്പൊ തന്നെ അവര് എവിക്ട് ചെയ്ത് വിടുക എന്നുള്ളത് അറിയില്ല. മിഡ് വീക്കിൽ ആരെങ്കിലും എവിക്ട് ആവുകയാണെങ്കിൽ തന്നെ അവർക്ക് വേറെ വല്ല ടാസ്കോ പരിപാടികളോ വല്ലതും കൊടുത്ത് നിർത്താനുള്ള സാധ്യതയും ചിലപ്പോൾ ഉണ്ട് തോന്നുന്നു. മറ്റേ എന്താണ് അതിനെ പറയുക, സീക്രട്ട് റൂം, മറ്റേ റൂം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതി. മറ്റേതിൽ ചിലപ്പോൾ പോവുകയായിരിക്കും. ഏത് ശനി ഞായർ എപ്പിസോഡിലുള്ള എവിക്ഷനിൽ ചിലപ്പോൾ ആരെങ്കിലൊക്കെ പോവുകയായിരിക്കും. ബട്ട് മിഡ് വീക്ക് എന്തെങ്കിലും ഒരു ടാസ്ക് ആവാനാണ് സാധ്യത. എവിക്ഷൻ പുറത്താവുന്ന സംഭവം ആയിരിക്കില്ല എന്ന് തോന്നുന്നുണ്ട്. നോക്കാം. ഞാനാണ് റാങ്ക് ഒന്ന്. എൻ്റെ പൊന്നോ, ശരിക്കും അവിടുത്തെ ആൾക്കാരുടെ ഭക്ഷണം അല്ലെങ്കിലേ ഭക്ഷണവും ഇല്ല അതിൻ്റെ അകത്ത്. ഓരോരുത്തർക്ക് വയ്യാണ്ടാവുന്ന അവസ്ഥയാണ്. അതിനിടയിൽ ഈ അനീഷൻ കൂട്ടായി ഇവനും ടാസ്കും ഗെയിമും ഒക്കെ തലയ്ക്ക് പിടിച്ചിട്ട് ഇവനും ഭക്ഷണം വേണ്ട, ആരും കഴിക്കണ്ട എന്നുള്ള മൂഡിലാണ് ഈ ചങ്ങാതി ഇരിക്കണത്. എനിക്കറിയില്ല എന്താ പരിപാടി.
അല്ല, ഇതിലെന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവൻ റാങ്ക് ഒന്ന് വിട്ടുകൊടുക്കായിരുന്നു ആൾക്കാർക്ക്. അവിടെ എല്ലാവരും അഭിമാനവും ഈഗോ ഒക്കെ അടിച്ചിട്ട് ആ ടാസ്ക് വെള്ളത്തിലാക്കി വിട്ടു. ശരിക്കും പറഞ്ഞാൽ അതാക്കിയത് ഇപ്പോൾ ചില കാര്യത്തിൽ അതാണ്. ഈഗോവും പണ്ടാരം ഒന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. അവൻ തൊള്ള തുറന്നുകൊണ്ടിരിക്കുക, ഒന്നാമത്തെ വേണം. പണ്ടാരം ചില സമയത്ത് വിട്ടുകൊടുക്കലും ഒരു വിജയ. ഇപ്പം അനീഷിനെ സംബന്ധിച്ചിടത്തോളം ആ ടാസ്ക് ഫ്ലോപ്പ് ആയാലും അനീഷിന് വിഷയമല്ല. അത് ഇവര് മനസ്സിലാക്കണ്ടേ, ഈ കണ്ടസ്റ്റൻസ് മനസ്സിലാക്കണ്ടേ. അയാൾക്ക് ഈ ടാസ്ക് ജയിക്കണം എന്നൊന്നും, അല്ലെങ്കിൽ ഈ ടാസ്കിൽ ഇത് നല്ല രീതിയിൽ റണ്ണായി പോകണമെന്നൊന്നും അയാൾക്ക് ആഗ്രഹമൊന്നുമില്ല. അയാൾ പിടിച്ച മൊയലിന് 4 കൊമ്പ്, അത്രേ ഉള്ളൂ. അത് മറ്റുള്ള കണ്ടസ്റ്റൻസ് മനസ്സിലാക്കിയിരുന്നു എന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇയാളെ ഒന്നെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പുഴുങ്ങി തിന്നു എന്ന് പറഞ്ഞിട്ട് വിട്ട് അപ്പം തന്നെ അങ്ങനെ എഴുതി തള്ളി വിടുക എന്നുള്ളൊരു സംഭവമാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞു. പിന്നെ മറ്റേ രേണുവിന് വയ്യാന്നൊക്കെ പറയണ്ട കേട്ടാ. കിട്ടിയത് പോവും തോന്നുന്നുണ്ട്. അതെനിക്ക് നേരത്തെ തോന്നിയൊരു കാര്യമാണ്. കാരണം അവരുടെ ഹെൽത്ത് ഒന്നും അത്ര ഓക്കെ അല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം ഫുഡ് തീരെ ഇല്ല അവിടെ. നമ്മുടെ സായി ബ്രോ സീക്രട്ട് ഏജൻ്റ് ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ അങ്ങോട്ട് കയറി ചെല്ലുന്ന സമയത്ത് നല്ല തടി ഉണ്ടായിരുന്നു പുള്ളിക്ക്, ഹെൽത്തി ആയിരുന്നു പുള്ളി, നല്ല ശരീരം ഉണ്ടായിരുന്നു. പക്ഷെ ആൾ ഇറങ്ങി വന്ന സമയത്ത് ഭയങ്കരമായിട്ട് മെലിഞ്ഞു പോയി. അതിനർത്ഥം എന്താണ്? അവിടുത്തെ ആഹാരത്തിൻ്റെ ഗുണം അത്. ആഹാരമില്ല. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ജീവിച്ചു പോകാനുള്ള ആഹാരം കിട്ടുന്നല്ലാതെ നമുക്ക് വേറെ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ രേണുവിൻ്റെ കേസിൽ രേണു പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയില്ല. കാരണം അവർ ഭയങ്കര ശാരീരികമായിട്ട് ഭയങ്കര ഇതായിട്ട് നിൽക്കുന്ന ആളൊന്നും അല്ലല്ലോ. അവർ പറഞ്ഞത് എന്താണ്, ഒരു കാപ്പിയുടെ പുറത്താണ് അവർ പിടിച്ചു നിൽക്കുന്നത്, അവർ വയ്യ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അവരുടെ ശാരീരികമായ അവസ്ഥ അതായിരിക്കും. ഇനിയിപ്പോൾ അവർ ക്വിറ്റായി പോകുമോ എന്താണെന്നൊന്നും അറിയില്ല. രക്ഷപ്പെടട്ടെ, എൻ്റെ അഭിപ്രായം അതാണ്. എല്ലാവരും രക്ഷപ്പെടട്ടെ. എന്താ പറയുക, എല്ലാം നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കട്ടെ എന്നേ ഞാൻ പറയുന്നുള്ളൂ. എല്ലാവരുടെ ഒന്നും നമ്മൾ ആശംസിക്കുന്നുള്ളൂ. പക്ഷെ വയ്യാന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്? ക്യൂട്ടായി പോവുകയായിരിക്കും അവർ പറയുന്നവർക്ക് മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. കുറച്ചും കൂടി നിൽക്കാൻ ശ്രമിക്കുക. തീരെ വയ്യാന്നുണ്ടെങ്കിൽ പോവുക എന്നല്ലാതെ ഇപ്പം എന്താ പറയുക. അതാണ് ഇപ്പോൾ രേണുവിൻ്റെ സ്ഥിതി. ഇനിയിപ്പോൾ എന്താണ്, ഇപ്പോൾ വൈൽഡ് കാർഡ് പരിപാടിയൊക്കെ അതിനു വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് പ്രത്യേകിച്ച് വലിയ മലമറക്കൽ സംഗതികളൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഉള്ള കണ്ടസ്റ്റൻസിൻ്റെ. ഒന്നല്ലെങ്കിൽ ഇവിടെ അനീഷിനെ പുറത്താക്കിയിട്ട് എന്താ പറയുക, ഗെയിം മാറ്റിമറിക്കുമോ എന്നുള്ള രീതിയിൽ നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം. പക്ഷെ അനീഷിനെ പുറത്താക്കണ്ട, അനീഷ് നിൽക്കണം. കാര്യം അനീഷിനെ തരണം ചെയ്യട്ടെ മറ്റ് കണ്ടസ്റ്റൻസ്, അങ്ങനെയല്ലേ വേണ്ടത്. ശരി എന്നാ.